പ്രിയപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളെ, സ്നേഹിതരെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതിതീവ്ര മഴ, കൊച്ചിക്കടുത്ത് ചരക്ക് കപ്പൽ മുങ്ങിയത്, ഇങ്ങനെ വാർത്തകളുടെ പ്രളയത്തിൽ നമ്മുടെ അതിരൂപതയുടെ വാർത്ത വെറും കുർബാന തർക്കം മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ഇന്ന്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അടിസ്ഥാന പ്രശ്നം പുറത്താക്കപ്പെട്ട മുൻ സഭാതലവൻ കർദിനാൾ ആലഞ്ചേരി അതിരൂപതയുടെ സ്വത്തുക്കൾ കട്ടുവിറ്റ് പണം തട്ടിയതാണെന്ന സത്യം നാമടക്കം പലരും വിസ്മരിച്ചിരിക്കുന്നു. അതിനെച്ചൊല്ലി വിവിധ അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ അദ്ദേഹത്തെ എറണാകുളത്തു നിന്നും പുറത്താക്കുകയും കളവിന് പരിഹാരം റെസ്റ്റിറ്റ്യൂഷൻ നൽകണമെന്ന നിർദ്ദേശം നൽകിയത് സിനഡും വിശ്വാസികളും മറന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആലഞ്ചേരി പിതാവ് നമ്മുടെ അതിരൂപതയോടും സഭയോടും ചെയ്ത കൊടും ചതിയും വെട്ടിപ്പും മറന്നു പോകാതെ കഴിഞ്ഞ 8 വർഷത്തിലേറെയായി നീതിയുദ്ധം നടന്നു വരുന്ന ഒരിടമുണ്ട് കേരളത്തിൽ. ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ആലഞ്ചേരി എന്ന കേസിൽ കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണത്. എറണാകുളത്തെ വിലയേറിയ 5 പ്ലോട്ടുകൾ 36 ആധാരങ്ങളിലായി വിറ്റതിനെതിരെ 7 കേസുകളാണ് കാക്കനാട് നിലവിലുള്ളത്. ആ കേസുകൾ റദ്ദാക്കുവാൻ 1-ാം പ്രതി കർദിനാളും 2-ാം പ്രതി ജോഷി പുതുവയും ബ്രോക്കർ സാജു വർഗീസും ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പയറ്റി നോക്കിയെങ്കിലും 15/3/2023 സുപ്രീം കോടതി വിധിയെ തുടർന്ന് കാക്കനാട് കോടതിയിൽ നിന്നും കളവ്, വിശ്വാസവഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്ക് ജാമ്യമെടുത്താണ് മൂവരും ഇപ്പോൾ നാട്ടിൽ നടന്നു വരുന്നത്. എന്നാൽ 7 കേസുകളിൽ ഭാരത് മാതാ കോളേജിന് എതിർവശത്തുള്ള ഭൂമി, ഇപ്പോൾ ഒരു മോസ്കിൻ്റെ പണി നടന്നു വരുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കേസ് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിനകം പരാതിക്കാരനായ ശ്രീ ജോഷി വർഗീസ് മൊഴി കൊടുത്തിരിക്കുന്നു. അതിനെ തുടർന്ന് ബന്ധപ്പെട്ട സാക്ഷികളുടെ വിസ്താരമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. മേൽ കേസിലെ ആധാരം രജിസ്റ്റർ ചെയ്ത കാക്കനാട് രജിസ്ട്രാർ, അതിരൂപതയിലെ ഇന്നത്തെ ഭരണകർത്താവ് പാമ്പ്ലാനി പിതാവ്, അതിരൂപതയിലെ ചാൻസലർ എന്നിവരൊക്കെയാണ് ബന്ധപ്പെട്ട വിൽപ്പന രേഖകളും പണമിടപാടുകളും സാക്ഷ്യപ്പെടുത്തേണ്ടത് കോടതിയിൽ. കഴിഞ്ഞ അനേകം മാസങ്ങളായി പാമ്പ്ലാനി പിതാവിന് 2ഇടത്തെ ചാർജ് ഉള്ളതിനാൽ തിരക്കാണ്, ബന്ധപ്പെട്ട രേഖകൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പിതാവിൻ്റെ വക്കീലന്മാർ കോടതിയിൽ പറഞ്ഞ് നീട്ടി അവധി വാങ്ങിയത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 28-നും മെയ് 22-നും ഈ കേസ് വിചാരണയ്ക്ക് വരികയുണ്ടായി. ഇതിനിടയിൽ ബന്ധപ്പെട്ട രേഖകൾ പാമ്പ്ലാനി പിതാവ് നമ്മുടെ അനധികൃത ചാൻസലർ ജോഷി പുതുവയോട് ആവശ്യപ്പെട്ടതായാണ് അറിയുന്നത്. അതിൻ ഫലമായാണ് മെയ് 22-നോടടുത്ത ദിവസങ്ങളിൽ പാമ്പ്ലാനി പിതാവിനെയും ഡ്രൈവറെയും ചാൻസലറുടെ സഭാസ്നേഹികളായ ഗുണ്ടകൾ കൈകാര്യം ചെയ്തത്, പണം തട്ടിയെടുത്തത്. പിതാവിനെ വിരട്ടി നിർത്തുക എന്ന തന്ത്രം പ്രയോഗിച്ചു എന്നാണ് അറിയുന്നത്. എന്നാൽ വളരെ ശുഭോദർക്കമായ കാര്യം മെയ് 22-ാം തീയതി കാക്കനാട് കോടതിയിൽ നടന്നു. 26/6/2016 ഈ ഭൂമി സാജു വർഗീസ് എന്ന ബ്രോക്കർക്ക് ആധാരം ചെയ്തു കൊടുത്ത രജിസ്ട്രാർ കോടതിയിൽ ഹാജരായി സാക്ഷി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആധാരത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മുഴുവൻ പണവും ആലഞ്ചേരി പിതാവിന് നൽകി എന്നത് പിതാവിനു വേണ്ടി കാക്കനാട് രജിസ്റ്റർ ഓഫീസിൽ പവർ ഓഫ് അറ്റോർണിയായി ആധാരം രജിസ്റ്റർ ചെയ്തു കൊടുത്ത അന്നത്തെ പ്രൊക്യുറേറ്റർ ജോഷി പുതുവ ഏറ്റുപറഞ്ഞതായി രജിസ്ട്രാർ കോടതി മുമ്പാകെ മൊഴി കൊടുത്തു. ഇത് തന്നെയാണ് ബ്രോക്കർ സാജു വർഗീസ് കോടതിയിൽ വാദിക്കുന്നത്. താൻ എഴുതി വാങ്ങിയ ഭാരത് മാതായുടെ എതിർവശത്തുള്ള ഭൂമിക്ക് പണം മുഴുവനായി കൊടുത്തതായി ആധാരത്തിലും അപ്രകാരം പണം കിട്ടി തനിക്ക് മുമ്പാകെ ഏറ്റുപറഞ്ഞതായി അന്നത്തെ രജിസ്ട്രാർ കോടതിയിൽ ഏറ്റുപറഞ്ഞതായി കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ പണം എവിടെ? ഒരു ചാരിറ്റി ട്രസ്റ്റായിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അന്നത്തെ കണക്ക് പുസ്തകത്തിൽ ആ പണം വരവ് കാണണം, അല്ലെങ്കിൽ അതിരൂപതയുടെ ബാങ്ക് അക്കൗണ്ടിലും. ആ പണമിടപാട് രേഖകൾ ഇനി കോടതിയിൽ കൊടുത്ത് സാക്ഷി പറയേണ്ടയാൾ പാമ്പ്ലാനി പിതാവാണ്. എന്നാൽ ആ രേഖകളിന്മേൽ അടയിരിക്കുന്നത് 2-ാം പ്രതി ജോഷി പുതുവയും. കള്ളൻ തന്നെ തൊണ്ടി മുതലിന് കാവലിരിക്കുന്ന അവസ്ഥ. വിവിധ താൽപ്പര്യങ്ങൾ ഏറ്റുമുട്ടുകയാണ്. പ്രിയരെ, കേസ് അവസാന ഘട്ടത്തിലും നീളുകയാണ്.
കോടതി പാമ്പ്ളാനി പിതാവിൻ്റെ അപേക്ഷയെ മാനിച്ച് അവസാന അവധി കൊടുത്തിരിക്കുന്നു 26/6/2025. അതായത് അടുത്ത ജൂൺ 26 കേസ് മാറ്റിവെച്ചിരിക്കുന്നു. അതിനുള്ളിൽ ഒരു കൊള്ളസംഘത്തിൽ നടക്കുന്നതിനേക്കാൾ മ്ലേച്ഛതകൾ എറണാകുളം അങ്കമാലി അതിരൂപത അരമനയിൽ നടന്നേക്കും, കരുതിയിരിക്കുക. ഒന്നുകൂടി, എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമിക്കൊള്ളക്കേസിൽ അഭിവന്ന പ്രതികൾക്ക് അനുകൂലമായി കേരള സർക്കാർ എല്ലാ കോടതികളിലും സുപ്രീം കോടതിയിലും ഒരു കുറ്റവുമില്ല എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു കോടതിയും അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, കാക്കനാട് കോടതിയിൽ കീഴടങ്ങി ഇന്ത്യൻ നിയമത്തെ നേരിടുവാൻ ഉത്തരവിട്ടു സുപ്രീം കോടതി. അപ്പോൾ പോരാട്ടം മുറുകുകയാണ്. കോടതിയിലും എറണാകുളം അരമനയിലും ഇടവകകളിലും വിവിധ തെരഞ്ഞെടുപ്പുകളിലും. നന്ദി.